قال لا تخافا إنني معكما أسمع وأرى. بسم الله الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ 61-ാമത്തെ പാർട്ടിലാണ് നമ്മളുള്ളത്. ഇദ്ദേഹത്തിൻ്റെ വിമർശനം എന്താണെന്ന് കേൾക്കാം. അദ്ദേഹം എന്താണ് കൊണ്ടുവരുന്നതെന്ന് വെച്ചാൽ, ഞാനൊരു ഇൻട്രൊഡക്ഷൻ പറയാം. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ട് ബന്ധപ്പെട്ട് ഇവർക്ക് കുറേ ആരോപണങ്ങൾ ഇവർ ഉന്നയിക്കാറുണ്ട്. അതിലിപ്പോൾ പുതിയതായിട്ട് വന്ന ഒരു ആരോപണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നുള്ളത്. ആത്മഹത്യയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ ഒരു കാഴ്ചപ്പാടുണ്ട്. ഒരാൾ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ അയാൾ നിത്യമായിട്ട് ഏത് രീതിയിലാണോ അയാൾ ആത്മഹത്യ ചെയ്തത് അതേ രീതിയിലുള്ള ശിക്ഷയായിരിക്കും അവിടെ ഉണ്ടാവുക. ഇപ്പോൾ ഒരാൾ തൂങ്ങിയാണ് മരിച്ചതെങ്കിൽ ആ ശിക്ഷയായിരിക്കും അയാൾ മരണപ്പെടുക, പിന്നീട് ജീവിക്കുക. ഈ ഒരു പ്രോസസ്സായിരിക്കും അയാൾക്കുള്ള ശിക്ഷയായിട്ട് കിട്ടുക. അപ്പം ആത്മഹത്യ എന്നുള്ളത് ഇസ്ലാം വളരെയേറെ വെറുത്ത, അല്ലെങ്കിൽ എന്താ പറയുക, വളരെയേറെ നിഷിദ്ധമായി ഗണിച്ച ഒരു കൂട്ടത്തിൽപ്പെട്ട ഒരു സംഭവമാണ്. കാരണം സ്വയം ജീവിതം അവസാനിപ്പിക്കുക എന്നുള്ളത് ഒരിക്കലും അനുവദിച്ചു കൊടുത്തിട്ടില്ല. അയാൾക്ക് എന്തെങ്കിലും രോഗമോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമങ്ങളോ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ തന്നെ അതെല്ലാം അള്ളാഹുവിലേക്ക് ബരമേൽപ്പിക്കുക, അല്ലെങ്കിൽ ചികിത്സിക്കുക. അയാളുടെ രോഗം എന്തെങ്കിലും കൂടുതലായിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ചികിത്സ നേടുക. സ്വമേധയാ ഒരു ആത്മഹത്യയിലേക്ക് എത്തുക, അല്ലെങ്കിൽ അയാൾക്ക് ദയാവധം നടക്കുക, ഇതൊക്കെ ഇസ്ലാം വളരെയേറെ നിരാകരിച്ച ഇതാണ്. അപ്പോൾ ഇതേ സംഭവം എടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന ഒരു ആരോപണമായിട്ടാണ് ഇവരിപ്പോൾ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. എന്തായാലും ഇദ്ദേഹം പറയുന്നത് എന്താണെന്ന് നമുക്ക് കേൾക്കാം, എന്നിട്ട് അതിനുള്ള മറുപടിയിലേക്ക് കിടക്കാം. ഇത് sunnah.com കൊടുത്തിട്ടുള്ളതാണ്. ഈ ഹദീസിൽ കൃത്യമായിട്ട് പറയുന്നു, മുഹമ്മദ് പലവട്ടം ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചത്? മുഹമ്മദ് ഒരു വലിയ കുന്നിന്റെ മുകളിൽ, അതായത് മുഹമ്മദ് ആദ്യം ഒരുപാട് കിട്ടാൻ വേണ്ടി കയറിയിരുന്നിരുന്ന ഹിറാ ഗുഹ ഉൾപ്പെടുന്ന ആ കല്ലിന്റെ പാറക്കുന്നിന്റെ മുകളിൽ കയറി പോയിട്ട് അവിടുന്ന് താഴേക്ക് ചാടി മരിക്കാനാണ് ശ്രമിച്ചത്. പക്ഷെ കയറി പോകുമ്പോൾ മുഹമ്മദിനെ മരണത്തിൽ നിന്ന് തടുത്ത് പിന്തിരിപ്പിച്ച് ആശ്വസിപ്പിച്ച് തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. ആരാണ് തിരിച്ചു കൊണ്ടുവരുന്നത്? മുഹമ്മദ് തന്നെയാണ്. മുഹമ്മദിന്റെ മനസ്സ് തന്നെയാണ് തിരിച്ചുകൊണ്ടിരുന്നത്. ആ മുഹമ്മദിന്റെ മനസ്സിന് മുഹമ്മദ് ഇട്ട പേരാണ് ജിബ്രീൽ, അല്ലെങ്കിൽ അള്ളാഹു. മുഹമ്മദ് ആത്മഹത്യ ചെയ്യാൻ പലവട്ടം പോകാൻ എന്താണ് കാരണം? പല സന്ദർഭങ്ങളിലായിട്ടാണ് മുഹമ്മദ് ആത്മഹത്യക്ക് ആലോചിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും ആദ്യം മുഹമ്മദിന് ഈ വെളിപാടുകൾ കിട്ടിത്തുടങ്ങിയ സമയത്ത് ആദ്യത്തെ 1-2 വെളിപാട് വന്ന്, എന്നിട്ട് ഭാര്യയുടെ അടുത്തേക്കും അമ്മാവന്റെ അടുത്തേക്കും ഓടിപ്പോയി അവർ ഇതിന്റെ ലക്ഷണങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ജ്യോത്സ്യന്മാരുടെ അടുത്തും അന്നത്തെ ജാഹിലിയ അന്ധവിശ്വാസികളുടെ അടുത്തൊക്കെ പോയിട്ട് ഈ ഉണ്ടായ സംഭവത്തിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അവർക്ക് അറിയാവുന്ന ജാഹിലിയ കണക്കുകളൊക്കെ വെച്ച് ലക്ഷണങ്ങളൊക്കെ വെച്ച് പറഞ്ഞു കൊടുത്ത് ഇതൊരു മലക്കാവും വന്നത്, ഇത് സന്ദേശം കൊണ്ട് വന്നതാവും, ബൈബിളിലൊക്കെ പറയുന്നത് പോലെ, തൗറാത്തിലൊക്കെ പറയുന്നത്. അപ്പോൾ ഇതാണ് ഇദ്ദേഹം കൊണ്ടുവരുന്നത്. ഹദീസിൻ്റെ ഇതൊക്കെ കാണിച്ചിട്ടുണ്ട്. സഹീഹുൽ ബുഖാരിയിൽ 6982 എന്നുള്ള ഹദീസാണ് ഇദ്ദേഹം കൊണ്ടുവരുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ, നബിയുടെ വഹീയുമായിട്ട് ബന്ധപ്പെട്ട ഹദീസിൽ കടന്നു വരുന്ന ഒരു സംഭവമായിട്ടാണ് ഇത് പറയുന്നത്. ഓക്കെ, നമുക്ക് പരിശോധിക്കാം. അപ്പോൾ ഈ വഹിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ഹദീസുകളുണ്ട്. 3 ഹദീസോളം സഹീഹുൽ ബുഖാരിയിലുണ്ട്. ഹദീസ് നമ്പർ 3, അതേപോലെ തന്നെ വേറെയും 1-2 ഹദീസുകളുണ്ട്. അപ്പോൾ ഈ ഹദീസുകളൊക്കെ നമുക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ ആയിഷ റളിയല്ലാഹു അൻഹയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിലൊക്കെ ആയിഷ റളിയല്ലാഹു അൻഹ ഈ സംഭവങ്ങളൊക്കെ, അതായത് ആദ്യം വഹി വരുന്നതുമായിട്ട് ബന്ധപ്പെട്ട സംഭവമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ അതിനിടയിൽ കൂടെ ഒരു കാര്യം കൂടി ഇയാൾ കൂട്ടിക്കടത്താൻ ശ്രമിച്ചത്, മറ്റേ ജ്യോത്സ്യന്മാരടുത്തും മറ്റുമൊക്കെ ഈ വഹി വന്ന സമയത്ത് പോയി അങ്ങനെയാണ് ഉറപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ അങ്ങ് തള്ളുന്നുണ്ട്. ഏത് ജ്യോത്സ്യൻ്റെ അടുത്താണ് പോയത്? ഏത് അന്ധവിശ്വാസിൻ്റെ അടുത്താണ് പോയത്? ഇയാൾ എന്തൊക്കെയായി പറയണേ? എന്താ പറഞ്ഞത്, ഒരു ചെറിയൊരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അതിന്മേൽ പിടിച്ചിട്ട് അങ്ങ് കഥ മെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ശരിയായ രീതി എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഈ വിമർശകരാവട്ടെ, ഇത് കേൾക്കുന്ന യുക്തിവാദികളെന്ന് സ്വയം വിശ്വസിപ്പിക്കുന്ന ആളുകളാവട്ടെ, ആരായാലും ഒരു ചെറിയ സംഭവം കിട്ടിയിട്ട് അതിനെ പിടിച്ച് അങ്ങ് വലുതാക്കുക എന്നുള്ളതല്ല. സത്യം പോലെ പറഞ്ഞ് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക. ഇങ്ങനെയാണ് പറയുന്നത് എന്ന് പറഞ്ഞ് കൊടുക്കൂ.
അല്ലെങ്കിൽ ഹദീസ് നമ്പർ പറഞ്ഞു കൊടുക്കൂ, ആളുകൾ വായിച്ചു നോക്കട്ടെ. ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ, ഹദീസ് നമ്പർ 3-ാമത്തെ ഹദീസ് മാത്രം എടുത്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാം ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട്. വഹിയുടെ ആരംഭം എങ്ങനെയായിരുന്നു എന്ന ചോദ്യത്തിന് ആയിഷ റളിയല്ലാഹു അൻഹ മറുപടി കൊടുക്കുന്നതായിട്ടുള്ള ഹദീസാണത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹീറാ ഗുഹയിൽ ആദ്യം പോയി ഇരിക്കാറുണ്ടായിരുന്നു. ആ ഒരു സമയത്താണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വരികയും അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബോധനം, അതായത് വഹി, അതായത് 96-ാമത്തെ അധ്യായത്തിൽ സൂറത്ത് അലക്കിലെ 1 മുതൽ 5 വരെയുള്ള വചനങ്ങളാണ് ആദ്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദിവ്യബോധനം നൽകപ്പെട്ടത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമയത്ത് ആകെ ഭയപ്പെട്ടു. കാരണം ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നൊരു ഒരു ഭയപ്പാടുണ്ടല്ലോ, ആ ഒരു ഭയം സ്വയം ഇങ്ങനെ പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഭയം ആർക്കെങ്കിലും ഉണ്ടാവുമോ? ഇല്ല. അതുമാത്രമല്ല, നേരെ ചെന്നത് വേറെ അടുത്തുമല്ല, സ്വന്തം ഭാര്യയുടെ അടുത്തേക്കാണ് ചെല്ലുന്നത്. ഇപ്പോൾ എനിക്ക് ഭയമാകുന്നു, എന്നെ പുതപ്പിട്ട് മൂടൂ എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം ഭാര്യയുടെ അടുത്തേക്കാണ് പോകുന്നത്, വേറെ അടുത്തേക്കല്ല പോണത്. ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ അത് കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖദീജ റളിയല്ലാഹു അൻഹ പറയുന്ന സംഭവം ഉണ്ട് അവിടെ. അതായത് നിങ്ങൾക്ക് അള്ളാഹു ഒരു ബുദ്ധിമുട്ടും വരുത്തില്ല, കാരണം നിങ്ങൾ കുടുംബ ബന്ധം ചേർക്കുന്നവനും അതേപോലെ തന്നെ അനാഥകളെ സംരക്ഷിക്കുന്നവനും അതേപോലെയുള്ള വിധവകൾക്കൊക്കെ സംരക്ഷണം നൽകുന്ന ആളാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കുന്നതായിട്ട് കാണാം. പിന്നീട് ഈ ഖദീജ റളിയല്ലാഹു അൻഹയുടെ ഒരു കുടുംബക്കാരനായ വറഖത്ത് ബിൻ നൗഫലിൻ്റെ അടുത്തേക്ക്, അതായത് മുൻ വേദങ്ങളിൽ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അതായത് ഈ ബൈബിളൊക്കെ അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ആളായിരുന്നു വറഖത്ത് ബിൻ നൗഫൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്ന് പറയുകയും, അപ്പോൾ വറഖത്ത് ബിൻ നൗഫൽ പറയുന്നുണ്ട്, അതായത് ഇത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അടുത്തേക്ക് വന്ന അതേ മലക്ക് തന്നെയാവണം എന്നൊരു ഉദ്ദേശം, ഒരു അനുമാനം പറയുന്നുണ്ട്. കാരണം ഈ സമയത്ത് താങ്കൾ ശക്തി പ്രാപിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് താങ്കൾക്ക് വഹി കൂടുതലായിട്ട് ഇറങ്ങുന്ന സമയത്ത് ഞാനും ശക്തിയുള്ള ഒരു യുവാവാണെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഞാനും താങ്കളുടെ കൂടെ കൂടുമായിരുന്നു ഈ ആളുകൾ നിങ്ങളെ പുറത്താക്കുന്ന സമയത്ത് എന്ന് പറയും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, ഈ ആളുകൾ എന്നെ പുറത്താക്കുമോ എന്ന്. കാരണം ആകെ ഒരു കാരണം ഇതൊക്കെ ഇങ്ങനെ ഒരു സത്യം വിളിച്ചു വരുമ്പോൾ എന്തിനാണ് ആളുകൾ പുറത്താക്കുന്നത് എന്ന ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ വറഖത്ത് ബിൻ നൗഫൽ പറയുന്നുണ്ട്, അതെ, നിങ്ങൾ കൊണ്ടുവരുന്ന കാര്യങ്ങൾ കൊണ്ടുവന്ന ഒരുപാട് പ്രവാചകന്മാരുണ്ടായിരുന്നു. അവരൊക്കെ ഇതേപോലെ തങ്ങളുടെ ജനങ്ങളെ പുറത്താക്കിയിട്ടുണ്ട്, പരിഹസിച്ചിട്ടുണ്ട്, കളിയാക്കിയിട്ടുണ്ട്, അവരെ വധിച്ചിട്ട് പോലുമുണ്ട് എന്ന് അവിടെ പറഞ്ഞു കൊടുക്കുകയാണ്. കാരണം ഇദ്ദേഹത്തിന് ബൈബിളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അറിയാമായിരുന്നു എന്നുള്ളതാണ്. ബൈബിൾ വായിച്ചുള്ള പരിചയമുണ്ട്, അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകെ അതിശയപ്പെടുകയും പിന്നീട് വീട്ടിലേക്ക് തിരിച്ചു പോവുകയും കുറച്ചു കാലം, ഏകദേശം 1 വർഷത്തിനുള്ളിൽ തന്നെ ഈ വറഖത്ത് ബിൻ നൗഫൽ മരണപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരുപാട് വഹി നിലയ്ക്കുന്നുണ്ട് കുറച്ച് സമയങ്ങളിൽ. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുന്നു, എവിടെ നിന്നാണ് വഹി ലഭിച്ചത്? ഹിറാ ഗുഹയിൽ നിന്ന്. അപ്പോൾ അവിടേക്ക് കയറി ചെല്ലുകയും കുറച്ച് നേരം ഇരിക്കുകയും പിന്നീട് തിരിച്ചു വരികയും പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെയും തിരിച്ച് കയറുകയും പിന്നീട് ഇറങ്ങുകയും ഒക്കെ ചെയ്യുന്നതായിട്ട് ഉള്ള സംഭവമാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഈ സംഭവം ഇതുവരെയാണ് ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്ത പല സഹിഹായിട്ട് വന്ന സഹീഹുൽ ബുഖാരിയുള്ള ഹദീസിലും ഒക്കെ ഉള്ളത്. അതേ സ്ഥാനത്ത് ഇതേ ഹദീസിൽ തന്നെ ഒരു കൂട്ടിച്ചേർക്കൽ എന്ന രീതിയിൽ ഈ സംഭവം വരുന്നുണ്ട്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങോട്ട് കയറുകയും ഇങ്ങോട്ട് ഇറങ്ങുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആകെ ദുഃഖിച്ച് മലമുകളിൽ നിന്ന് ചാടാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് ഒരു റാവി, അതായത് താബിയങ്ങളിൽപ്പെട്ട, അതായത് സഹാബിയല്ല, സഹാബിക്ക് ശേഷം, അതായത് സഹാബ വര്യരുടെ തലമുറയ്ക്ക് ശേഷമുള്ള ഒരു തലമുറയിൽപ്പെട്ട ഒരു റാവി, അതായത് ഇത് റിപ്പോർട്ട് ചെയ്ത റാവി ഇതിലേക്ക് കൂട്ടിച്ചേർക്കുകയാണ് ഉണ്ടായത്.
ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ടിട്ട് സഹീഹ് ബുഖാരിക്ക് എഴുതിയ, അതായത് ഫത്തുൽ ബാരിയിൽ ഇബ്നു ഹജർ അസ്ഖലാനി അദ്ദേഹം ഈ വിഷയമായിട്ട്, ഈ ഹദീസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയുന്നുണ്ട്. അതായത് ഈ സംഭവം സഹീഹല്ല. കാരണം ഇത് ഈ പറഞ്ഞ റാവിക്ക് എവിടുന്ന് കിട്ടി, ഇത് നബിയിലേക്ക് എത്തുന്നില്ല, അല്ലെങ്കിൽ ആയിഷ റളിയല്ലാഹുഅൻഹയ്ക്ക് എത്തുന്നില്ല എന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ട് ഈ സംഭവം ലൈഫാണ് എന്ന് കൃത്യമായിട്ട് തന്നെ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഹദീസ് നിദാന ശാസ്ത്രം പോലും എന്താണ് എന്ന്, ഹദീസ് എങ്ങനെ മനസ്സിലാക്കണമെന്ന് പോലും അറിയാത്ത ഈ ആളുകളെ പോലുള്ള ആളുകൾ ഇസ്ലാമിനെ പരിചയപ്പെടുത്താനും അതേപോലെ ഈ വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനും നിന്നാലുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പം ഹദീസിനെ എങ്ങനെ കാണണം എന്നുള്ളത് കൃത്യമായിട്ട് നമ്മുടെ മുൻഗാമികളായ അയിമ്മത്തുകൾ, അതേപോലെ തന്നെ മുഹദ്ദിസുകളും ഒക്കെ ഈ വിഷയത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഹദീസ് നിദാനശാസ്ത്രം എന്താണെന്ന്, ഉസൂലുൽ ഹദീസ് എന്താണെന്ന് പോലും ഇദ്ദേഹത്തിന് അറിയില്ല. റിജാല് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു ടീമിൻ്റെ ഒരു എന്താ പറയുക, ചരിത്രം തന്നെ അവർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇന്ന ആൾ എവിടെ ജീവിച്ചു, എന്തായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ജോലി, എന്തായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ചരിത്രം മുഴുവനായിട്ട് രേഖപ്പെടുത്തിയ ഹദീസ് നിദാനശാസ്ത്രത്തിൻ്റെ ഒരു നെടുന്തൂണായിട്ട് തന്നെ ഈ മുഹദ്ദിസുകൾ ഇത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ലഭ്യമാണ്. നമ്മളിപ്പോൾ വന്നിട്ട് പറയല്ല ഇത് ഹദീഫാണ്, ഇത് സഹീഹാണ് എന്ന് നമ്മളാരും തീരുമാനിക്കുന്ന ഒരു സംഭവമേ അല്ലത്. ഇത് ഹദീസുമായിട്ട് ബന്ധപ്പെട്ട് മുഹദ്ദിസുകൾ, ഇമാം ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസാണല്ലോ, അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഈ റാവി ഇത് തുടങ്ങുന്നത് തന്നെ. അപ്പോൾ ആരോ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, അതായത് സംഭവം ഇങ്ങനെ നടന്നു എന്നുള്ളതിന് കൃത്യമായിട്ട് ആര് പറയണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം. ഞാനിങ്ങനെ ആ സമയത്ത് എനിക്ക് ആകെ വിഷാദം ബാധിക്കുകയും ഞാൻ മലമുകളിൽ നിന്ന് എടുത്ത് ചാടാൻ ശ്രമിക്കുകയും ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് പിന്നെ പിടിച്ചു വെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ആര് പറയണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം. ആരെങ്കിലും, അല്ലെങ്കിൽ ഇത് കണ്ട ആരെങ്കിലും പറയണോ? ആരാണ് ഇത് കണ്ടത്? ഇങ്ങനെയൊന്നുമില്ല. ഇത് കേട്ട് സംഭവം എന്നുള്ള രീതിയിൽ മാത്രമാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് ഏതെങ്കിലും ജൂതൻ പറഞ്ഞുണ്ടാക്കിയതാവും, അല്ലാതെ ഇങ്ങനൊരു സംഭവം ഒരിക്കലും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ആത്മഹത്യ നിങ്ങൾ ചെയ്യരുത് എന്നും. അതേപോലെ തന്നെ ഒരു യുദ്ധത്തിൻ്റെ സമയത്ത് ഒരു സഹാബി വളരെ നല്ല രീതിയിൽ തന്നെ അദ്ദേഹം യുദ്ധം നടത്തുന്നുണ്ട്. യുദ്ധത്തിൽ ഷഹീദായി കഴിഞ്ഞാൽ അയാൾക്ക് ഒരു എന്താ പറയുക, ചോദ്യം ചെയ്യൽ പോലും ഇല്ലാതെ നേരിട്ട് സ്വർഗത്തിൽ കിടക്കുന്ന ഒരു സവിശേഷത ഈ യുദ്ധത്തിൽ ഷഹീദായ ആൾക്കുകൾക്കുണ്ട്. എന്നിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് അയാൾ നരകത്തിലാണ്. ഇല്ല, കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ ഒരു വെട്ടേറ്റ് വീഴുകയും പിന്നീട് അദ്ദേഹം സ്വയം തൻ്റെ കത്തിയെടുത്തിട്ട് തന്നെ കുത്തി കൊലപ്പെടുത്തുകയും ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ ഇയാൾ എന്തുകൊണ്ടാണ് നരകത്തിലാവാൻ കാരണം? ഇയാൾ സ്വയം ആത്മഹത്യ ചെയ്തു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അയാൾ നരകത്തിലാണെന്ന് പറയാൻ കാരണം. അപ്പോൾ ഇതേ ആൾ പോയിട്ട് ആത്മഹത്യ ചെയ്യുമോ? ഇല്ല, ഒരിക്കലുമില്ല. അപ്പോൾ ഈ സംഭവം ഇത് ലൈഫാണ് എന്നുള്ളതിന് ഇതല്ല തെളിവ്, ഇത് സഹീഹല്ല എന്നുള്ളത് കൊണ്ടാണ് അതിനുള്ള തെളിവ്. അപ്പോൾ ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ എന്താണെന്ന് പോലും ഇയാൾക്ക് അറിയില്ല എന്നുള്ളതാണ്. സഹീഹ് ബുഖാരി എന്ന് കേട്ട് കഴിഞ്ഞാൽ ആളുകൾ സഹീഹ് ബുഖാരിയിൽ എങ്ങനെ ഹദീസിനെ നോക്കി കാണണം എന്നുള്ളതിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ബുഖാരിയിൽ വന്ന എല്ലാ ഹദീസും സഹീഹാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അത് മുഴുവനായിട്ട് ആരും തള്ളിക്കളയില്ല എന്നുള്ളതല്ല, അതിൽ എങ്ങനെ അതിനെ ആ ഹദീസിനെ എടുക്കണം എന്നുള്ളതും കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും അറിയാതെ വെറുതെ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആത്മഹത്യ ചെയ്തു, ഇങ്ങനൊരു സംഭവം ഉണ്ടല്ലോ, ഹദീസിലുണ്ടല്ലോ, മറ്റേ sunna.com ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു വരുന്നത് വളരെ എന്താ പറയുക, സഹതാപം മാത്രമേ ഉള്ളൂ നിങ്ങളോടൊക്കെ. എന്തായാലും നിർത്തുന്നു. പിന്നെ വേറൊരു കാര്യം കൂട്ടിച്ചേർക്കാനുള്ളത്, ഇനിയിപ്പോൾ ആത്മഹത്യ ചെയ്യാൻ പോയി എന്ന് തന്നെ കരുതട്ടെ, എന്താ പ്രശ്നം? നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്ക് വിഷാദ രോഗമൊക്കെ ബാധിച്ചു, അയാൾ ആത്മഹത്യയിലേക്ക് പോകുന്നു, എന്താ പ്രശ്നം അയാൾക്ക്? അയാൾ ചെയ്യട്ടെ എന്നാ പറയാം, അത് ഏറ്റവും എളുപ്പമായിക്കോട്ടെ എന്നുള്ള രീതിയിലല്ലേ നിങ്ങൾ പറയാറ്. പിന്നെ എങ്ങനെയാണ് നിങ്ങളിത് വിമർശിക്കുക?
ഇത് ചെയ്യുകയാണെങ്കിൽ തന്നെ എങ്ങനെ നിങ്ങൾ വിമർശിക്കുക അല്ലേ? അപ്പോൾ ശരി, നമ്മൾ നിർത്തുകയാണ്. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.